നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമായ കർത്താവേ, ഈ പ്രഭാത ആരാധനയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവസ്ഥന് ഞങ്ങളെ തന്നെ സമൂണമായി സമർപ്പിക്കുവാനായി ഈ വിശുദ്ധ ദിവസം നകുവയ്ക്കായി സ്തോത്രം. കർത്താവേ, കർത്താനുവാഴ്ചയിലെ ഇന്നത്തെ ആരാധന ശുശ്രൂഷയിലും ദൂരത്തും ചാരത്തുമായി ഇതിൽ പങ്കുകാർക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരവരായ ജീവിത സ്ഥാനങ്ങളിൽ ദൈവമായ കതിലും കാവലും പെൺമക്കളെ സഹായിക്കണമേ. ഇത്രത്തോളം സഹായിച്ച ദൈവം ഇതുവരെ നടത്തി കർത്താവിൽ ആശ്രയിപ്പാൻ പിതാവെ നീ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നടത്ത വഴികളെ ഞങ്ങളെന്ന് നോക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് മുഖത്ത് കൊടുപ്പാൻ ഇടയാക്കണം. യേശു മശിഹാ മൂലം യാചന കേൾക്കണമേ. ആമേൻ. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്ന ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. വസ്ത്രങ്ങളെ എല്ലാ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ കൊണ്ടടുക്കിലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവല്ലോ. അവനടുത്തേക്കുറിച്ച് അനുദപിക്കും. യേശു പറഞ്ഞു, ഒരുവൻ അനുഗമം പാനിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുടനെ അനുഗമിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. എന്നാ ഞങ്ങളുടെ വാൻ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിനെ സ്തുതി.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വമുണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തുവനാകുന്നു ഞങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രത്തിലും അർപ്പിക്കുന്ന ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായിട്ട് പറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ അർത്ഥമാറുകയും കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ച് കാണിക്കുകയും ചെയ്യണേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ലായി നാം പറയും നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല നീതിയും പൊക്കെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ അടുക്ക ചെന്നവനോട്, അപ്പാ, ഞാൻ സുഖത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനിമേ നിന്റെ മകൻ്റെ പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ആവുമൊഴികെ സഭത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോടെ വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാത്ത പാടുകളെ പോലെ എൻ്റെ വഴി നിന്ന് തെറ്റിച്ച് നീരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെ ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിൻ്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചേരാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുക ഞങ്ങൾ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാർ ഞങ്ങളോട് കണിയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ വിടകളെ ഏറ്റുവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യരോട് അറിയിച്ച വാഗ്ദത്ത പ്രകാരം അനുഭവിക്കെതിരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, പരിശുദ്ധനാമത്തിൽ മുത്തനാട് ഞങ്ങളിൽ മേൽ ദൈവഭക്തിയോടും നീതിയോടും സ്വഭാവത്തോടും നടക്കുന്നതിന് ക്രിസ്തുമുത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവ് നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. 95-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വരവേ, നാം യഹോവയെ ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. നാം സത്തോടെ അവൻ്റെ സ്ഥാനത്തിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോ മഹാദൈവമല്ലോ, അവൻ സകലതും മാർക്കുന്ന മഹാരാജാവ് തന്നെ. ഭൂമിയുടെ യഥാഭാഗങ്ങൾ അവരുടെ കയ്യിലാകുന്നു, പർവ്വതങ്ങളും ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത് അവനെ ഉണ്ടാക്കി, കരയും അതിൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിമിച്ച ഹോടും മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം ഓന്മീജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിലിപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള സങ്കീർത്തന ഭാഗവും തുടർന്ന് 1-ാം പാഠവും വായിച്ചു കേൾക്കാം. സങ്കീർത്തനം തുടർന്ന് 1-ാം.
ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 73 സങ്കീർത്തനം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടി ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ് ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ, ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവെ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലം കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാരയും എൻ്റെ ഓഹരിയും ആകുന്നു. ഇതാ, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഈ എൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണുവാനും എനിക്കിടവരരുത് എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ. അന്ന് യഹോവ എന്നോട് അരുളിച്ചത് എന്തെന്നാൽ, അവർ പറഞ്ഞത് ശരി, നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനമെന്ന് ഞങ്ങളെങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതിയായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്.
ഇവിടെ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. സെഖര്യാവിൻ്റെ പാട്ട്. ഇസ്രായേലിയുമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിധാരണം ചെയ്യുകയും ആദ്യം തൻ്റെ വിശുദ്ധ പ്രവാചക മുഖാന്തരം അളിച്ചതുപോലെ നമ്മുടെ ശത്രുയുടെ വശത്തു നിന്നും നമ്മെ ഭയക്കുന്നവരുടെ കൈ നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിന്റെ കൃതമൊക്കെ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണ് പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാത്തതിനു മുമ്പിൽ വിശുദ്ധയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനുடைய സത്യവും തൻ്റെ വിശുദ്ധവും ഓർത്തുകൊണ്ടും ആകുന്നു. നീയോ പൈതലെ, അത്യുന്നതൻ്റെ പ്രവാചകൻ വിളിക്കപ്പെടും കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആദരഗണിയാലവരുടെ ജനത്തിന് പാപമോചനത്തിൻ്റെ പ്രഖ്യാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണത്തിലും ഒരുക്കി പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമാക്കി നടത്തേണ്ടതിന് ആ ആർദ്രകരണയാൽ ഉയർത്തുന്ന ഉദയം നമ്മെ സന്ദർശിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിൽ ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം വായിച്ചു കേൾക്കാം. രണ്ടാം പാഠം. ഇന്നത്തേക്കുള്ള രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിൽ ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പു തന്നെ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സലിവില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭയപ്പെട്ടു. അതെ, ഞങ്ങളിലല്ലേ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടതിന് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാൽ വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ്രയിച്ചിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി ഫലമാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ചെയ്യുവാൻ ഇടവരും. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. ശിമയോന്റെ പാട്ട്. ഇപ്പോൾ നാഥ തിരുവചനം പോലെ നേടിയനെ സമാധാനത്തോട്ട് അയക്കുന്നു. ജാതികളുടെ പാളുടെ മഹത്വവും പ്രകാശവും രചനമായി സ്ഥായിലെ മഹത്വവുമായി നീ സകലജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിരക്ഷ എൻ്റെ കണ്ടുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 35 മുതൽ 43 വരെ പഠിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനങ്ങളെ കേൾപ്പീൻ. അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്തെന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കണ്ണു തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കണ്ണു തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്ന് അവനെ തൻ്റെ അടുക്ക കൊണ്ടുപോകാൻ കൽപ്പിച്ചു. അവനടുക്ക വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, നീ കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക,
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ക്രിസ്തുവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് പാട്ടിന് ശേഷം ദൈവജന ശുശ്രൂഷ നമുക്ക് പങ്കിടാവുന്നതാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തരുന്ന കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് പല കാരണങ്ങളാൽ ആരാധനകളിൽ, കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോകുന്ന അനേകം പേരുണ്ട്. അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കഥ ഇപ്രകാരം വായിക്കുവാനായിട്ടിടയായി. തോമസ് എന്ന് പറയുന്നതായിട്ടുള്ള യുവാവ്, അവന് ജോലി നിന്നിപ്പിൽ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി. അവൻ്റെ കുടുംബത്തിൽ അവന് മാത്രമേ വരുമാനമുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള തോമസ് എന്തു ചെയ്യണമെന്നറിയാതെ മുമ്പോട്ട് പോകുമ്പോൾ പലരോടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പേപ്പർ കൊണ്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുവാനായിട്ട്, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ തോമസ് വീട്ടിൽ ലഭിച്ചിരുന്ന പത്രക്കടലാസുകളും അതോടൊപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങൾ ഉപയോഗിച്ച് കളഞ്ഞതായിട്ടുള്ള പേപ്പറുകളും ഉപയോഗിച്ച് ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ അത് ഉണ്ടാക്കിയത് പുറത്തുനിന്ന് വന്ന ആളുകൾ പലരും ഇത് കാണുവാനായിട്ട് ഇടയായി. അതിൽ ചിലർ അത് നല്ലതെന്ന് തോന്നിയ വസ്തുക്കളൊക്കെ മേടിക്കുവാനായിട്ടും ഇടയായി. അങ്ങനെ അതിൽ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള തോമസ് ആ മേഖലയിലേക്ക് തിരിയുവാനായിട്ടിടയായി. പത്രം കൊണ്ട് അല്ലെ പേപ്പർ കൊണ്ട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വിൽക്കുവാനായിട്ട് തോമസിന് കഴിഞ്ഞു. അങ്ങനെ തൻ്റെ ബിസിനസ് ഒന്ന് വ്യാപിപ്പിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ തൻ്റെ ജീവിതവും തൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യവും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് തോമസിന് കഴിയും. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ധ്യാനത്തിനായിട്ട് കുരിശ് മശിഹ യുഗത്തിൻ്റെ നവദർശനം എന്നുള്ളതാണ്. ക്രോസ് എ ന്യൂ വിഷൻ ഇൻ ദ മെസ്സയാനിക് ഏജ്. കുരിശ് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ, വേദപുസ്തക കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ കുരിശ് ഒരു നിന്ദയുടെ അടയാളമായിരുന്നു. ആരും തന്നെ കുരിശിനാൽ അറിയപ്പെടുവാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ കാലങ്ങൾ മുമ്പോട്ട് പോയി ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ കുരിശ് പുതിയ മാനങ്ങൾ, പുതിയ അർത്ഥങ്ങൾ നൽകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നാം വായിച്ചു കേട്ടതായിട്ടുള്ള സുവിശേഷ വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ധ്യാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗം നടക്കുന്നത് യെരിഹോ പട്ടണത്തിലാണ്. ജെറിക്കോ സിറ്റി. യെരിഹോ പട്ടണം യഹൂദ മരുഭൂമിയിൽ യോർദാൻ ആറിനരികെ പണിയപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതൊരു റിസോർട്ട് സിറ്റി ആയിരുന്നു. അവിടെ ജോലി ഇല്ലാത്തത് കൊണ്ട് അനേകം യാചകന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ ജോലിക്ക് പോകണമായിരുന്നുവെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആളുകളെ മാത്രമേ അവിടെ ജോലിക്ക് എടുത്തിരുന്നുള്ളൂ. ജോലി ലഭിക്കാത്തതായിട്ടുള്ള ആളുകൾ എല്ലാവരും യാചകന്മാരായി തീരുന്നത് ഒരു സാധാരണ കാഴ്ചയായി മാറുകയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ബർത്തിമായി എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി അവിടെ യാചകന്മാരിൽ ഒരാളായി അവിടെ നിൽക്കുന്നത്. ഈ ബർത്തിമായി എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ നമുക്ക് നൽകുന്ന ചിന്തകളാണ് ഇന്ന് കുരിശിൻ്റെ ഭാഗമായി നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്.
ബർത്തിമായി എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുരിശ് ഒരു പ്രത്യാശയുടെ അടയാളമാണ്, ഒരു പ്രതീക്ഷയുടെ അടയാളമാണ്. ക്രോസ് ഇസ് എ സൈൻ ഓഫ് ഹോപ്പ്. ബർത്തിമായി എന്ന മനുഷ്യൻ യാചകനായിട്ട് വഴിയരികിൽ ഇരുന്നു. ഈ മനുഷ്യൻ യേശു ഈ വഴിയെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുകയുണ്ടായി. ഇത് കേട്ടതായിട്ടുള്ള പല ആളുകളും അവനോട് മിണ്ടാതിരിപ്പാനായിട്ട് പറഞ്ഞു. എന്നാൽ ഒരു നിന്ദയും കണക്കിടാതെ അവൻ വീണ്ടും ഉറക്കെ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടതായിട്ട് ഉള്ള യേശു ക്രിസ്തു അവനെ ഇങ്ങ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവൻ ആവശ്യപ്പെട്ടു, എനിക്ക് കാഴ്ച പ്രാപിക്കുവാനായിട്ട് സാധിക്കണം. ഈ ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ, പലരും അവനോട് മിണ്ടാതിരിപ്പാനായിട്ട് ആവശ്യപ്പെട്ടിട്ടും നിന്ന കൂടാതെ വിളിക്കുവാനായിട്ടിടയായത് അവന് യേശുവിനാൽ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രത്യാശ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. He had hope in his life. That is why even though some people told him to stop calling, he shamelessly kept on calling Jesus. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാകുവാനായിട്ട് സാധിക്കണം. പ്രത്യാശയില്ലാത്ത ജീവിതം നരകം തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. പ്രത്യാശയോടുകൂടെ നമ്മുടെ രക്ഷിതാവിനെ വിളിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. അതോടൊപ്പം തന്നെ ബർത്തിമായി എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവിടെ യേശു ക്രിസ്തുവിനെ മശിഹ എന്ന് അടയാളപ്പെടുത്തുക കൂടിയാണ്. അവനെ മശിഹായിട്ട് അംഗീകരിക്കുകയാണ്. ആ പ്രത്യാശയാണ് അവനെ ക്രിസ്തു മശിഹായാണ് എന്ന് അംഗീകരിക്കുവാനായിട്ടുള്ള വഴി ഒരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഒരു മഹാമാരിയെ അതിജീവിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ, when we are trying to overcome this pandemic, we need to have hope so that we may live a better and God willing life. പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ, പ്രത്യാശ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവഹിത പ്രകാരമുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, കുരിശ് എന്ന് പറയുന്നത് പുതിയ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ക്രോസ് ഷോസ് ന്യൂ ഡയറക്ഷൻ ഓർ ന്യൂ അവന്യൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഈ ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ച് നാളായിട്ട്, അല്ലെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവന് കാഴ്ചയില്ലാതായിരുന്നുള്ള അനുഭവമായിരുന്നു. അവൻ ഇതുവരെ ജീവിച്ച് വന്നതായിട്ടുള്ള രീതിയിൽ നിന്ന് അവന് കാഴ്ച ലഭിച്ചപ്പോൾ അവന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ടായി. ആ പശ്ചാത്തലം ഉണ്ടായ സമയത്ത് അവൻ ഇനിയും യാചിക്കുവാനായിട്ട് സാധിക്കില്ല. അവനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം, അവൻ്റെ ആരോഗ്യം നിലനിർത്തുവാനായിട്ട്. അപ്പോൾ പുതിയ മേഖലകളിൽ തൊഴിൽ ചെയ്യുവാനായിട്ട് അവന് സാധിക്കണം. അങ്ങനെ അവൻ ആയതായിട്ടുള്ള സമയത്താണ് അവന് പുതിയ മേഖലകളിലേക്ക്, പുതിയ പശ്ചാത്തലങ്ങളിൽ തൊഴിൽ നേടുവാനായിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഇന്ന് നമുക്കും ഉണ്ടാകേണ്ട ചിന്ത എന്ന് പറയുന്നത്, കുരിശ് നമുക്ക് പുതിയ മേഖലകൾ തുറന്നു തരുന്നു എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും
നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പുതിയ മേഖലകൾ കണ്ടെത്തുവാനും നമുക്ക് സാധിപ്പിക്കുന്നു എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. എന്നെ കേൾക്കുന്നതായിട്ടുള്ള എൻ്റെ സഹവിശ്വാസികളെ, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ മഹാമാരിയുടെ നടുവിൽ അനേകം പേര് പുതിയ മേഖലകളിൽ ജോലി നേടിയതായിട്ടുള്ള പുതിയ മേഖലകൾ കണ്ടെത്തിയത് നമുക്ക് പലരുടെയും ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഈ പ്രയാസ കാലഘട്ടം അനേകം പേർക്ക് പുതിയ മേഖലകൾ കണ്ടെത്തുവാനായിട്ട് സാധിപ്പിച്ചു എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. എന്നെ കേൾക്കുന്നതിൽ എൻ്റെ സഹവിശ്വാസികളെ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുരിശിൻ്റെ അനുഭവം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മളെ പുതിയ ദിശയിലേക്ക്, പുതിയ അവന്യൂസിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടോ എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകും. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള കുരിശിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകുവാനായിട്ട്. കഷ്ടാനുഭവ ആഴ്ചയായി ആചരിക്കുന്ന ഇന്ന് നമുക്ക് കുരിശിൻ്റെ അനുഭവം യഥാർത്ഥമായിട്ട് അനുഭവിക്കുവാനായിട്ട് ഇടയാകണമെങ്കിൽ പുതിയ മേഖലകളിലേക്ക്, പുതിയ ദിശയിലേക്ക് നമുക്ക് തിരിയുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ നൊയമ്പ് കാലഘട്ടത്തിൽ സൗഖ്യത്തിൻ്റെ വർഷമായി കൊണ്ടാടുന്ന ഈ നാളുകളിൽ നമുക്ക് സൗഖ്യം ലഭിക്കുവാനായിട്ട്, സൗഖ്യം ലഭിച്ചിട്ട് പുതിയ മേഖലകളിലേക്ക് ചേക്കേറുവാനായിട്ട്, പുതിയ ദിശയിലേക്ക് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് ശോധന ചെയ്യണം. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള കുരിശിൻ്റെ അനുഭവം, നൊയമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഒന്നാമതായിട്ട്, കുരിശ് ഒരു പ്രത്യാശയുടെ അടയാളമാണ്. ഇറ്റ്സ് എ സൈൻ ഓഫ് ഹോപ്പ്. നമുക്ക് എന്നും പ്രത്യാശ നൽകുന്നു. പ്രത്യാശയുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യാശയില്ലാത്ത ജീവിതം നരകതുല്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. രണ്ടാമതായിട്ട്, കുരിശ് പുതിയ ദിശ, എ ന്യൂ ഡയറക്ഷൻ ഓർ എ ന്യൂ അവന്യൂ നമുക്ക് കാണിച്ചു തരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഈ മശിഹ യുഗത്തിൽ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി നമുക്ക് നല്ല വ്യക്തികളായി ഈ നൊയമ്പ് കാലഘട്ടത്തിലൂടെ അനുഭവിക്കുന്നതായിട്ടുള്ള കരുത്ത് ആർജിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് അപ്പോസ്തല വിശ്വാസപ്രണവാക്കുകൾ നമുക്ക് ചേർന്നുകൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശഭൂമി സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചു പിന്നെ എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ ഉള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിനും ധ്വാനത്തിലും നിത്യവിനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. മശിഹായേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാടിനെ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതല്ലോ. ആമേൻ. അപേക്ഷകൾ ഉയർപ്പിന് മുമ്പേ 2-ാം ഞായറാഴ്ച
നോയമ്പിൽ 5-ാം ഞായറാഴ്ചകളുടെ പ്രത്യേക അപേക്ഷ, കഷ്ടാനുഭവ ഞായർ, കുരിശ്, മശിഹായുഗത്തിൻ്റെ നവദർശനം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പുത്രനായ യേശു ക്രിസ്തു കടുത്ത യാതന അനുഭവിച്ചു. ഞങ്ങളുടെ പാപങ്ങളുടെയും അതിക്രമങ്ങളുടെയും പരിഹാരത്തിനായി മുറിവേറ്റും കഷ്ടപ്പെട്ടും പാപത്തിൻ്റെ നികൃഷ്ടതയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ വെറുക്കപ്പെട്ടവനും കുറ്റം ചുമത്തപ്പെട്ടവനുമായി ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ അവൻ മരണം മരിച്ചുവെന്ന് ഞാൻ അവൻ്റെ കുരിശങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. കുരിശുയർത്ത വെല്ലുവിളി സ്വീകരിച്ച് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുവാനും മശിഹായുടെ വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പിതാവിനോട് പരിശുദ്ധാത്മാവിന്റെ ഏകതയുമായി കാലാവസാനം ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു പോലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിലുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തനങ്ങളിലോ വരുന്നത് നിന്റെ കൽപ്പനകൾ അനുസരിപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തയോടെ ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിലെടുക്കാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ ഇഷ്ടമായ യേശു ക്രിസ്തു യോഗ്യത മൂലം രടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടിയുള്ളതായ അപേക്ഷ. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലമുള്ള കർത്താവേ, നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ നട്ട് സത്യമായ ദൈവത്വങ്ങൾ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയെ തന്നെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തുമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നോട്ടീസ്. അടുത്ത ഞായറാഴ്ച ഹോശാന ഞായറാഴ്ചയാണല്ലോ. രാവിലെ 8 മണിക്ക് അസൻഷൻ ദേവാലയത്തിൽ വെച്ചും മൗണ്ട് ചാപ്പൽ വെച്ചും വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ ആരാധന നടത്തപ്പെടുന്നതാണ്. രണ്ടിടത്ത് ഒരുപോലെ ആരാധന ക്രമീകരിക്കുന്നതിനാൽ സൗകര്യപ്രദമായ സ്ഥാനങ്ങളിൽ ആരാധനയ്ക്ക് കടന്നു വരുവാനായി ദൈവനാമത്തിലേവരെയും ഓർപ്പിക്കുന്നു. ആലയത്തിലിരിക്കുമ്പോൾ സാമൂഹിക അകലം പാലിച്ചിരിക്കുവാനും വിശുദ്ധ സംസ്കൃതനായി വരുമ്പോൾ അകലം പാലിച്ചതിനെ കടന്നു വരുവാനായിട്ടും ഏവരെയും ദൈവനാമത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ആരാധന അവിടെയായി ഇതിൽ പങ്കിയ എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും എല്ലാവിധമായ നന്മകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് നോയമ്പ് ആരാധന അസൻഷൻ ദേവാലയത്തിൽ നടത്തപ്പെടുന്നതാണ്. പ്രാർത്ഥനാ ഓർമ്മയിൽ പങ്കെടുക്കുവാനായി ഏവരെയും പ്രത്യേകമായി ഓർപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച രാവിലെ 7:30 മണിക്ക് വിശുദ്ധ സംസ്ഥക ശുശ്രൂഷയുടെ ആരാധന അസൻഷൻ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ക്രമമായി ഇപ്പോൾ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. സൗകര്യപ്രദമായി അതിൽ പങ്കുചേരുവാനായി ഏവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ കഷ്ടാനുഭവ ആഴ്ച കൺവെൻഷൻ ധ്യാനം മാർച്ച് മാസം 29, 30, 31 തീയതികളിൽ, മാർച്ച് 29 തിങ്കൾ, 30 ചൊവ്വ, 31 ബുധൻ എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മൗണ്ട് ചാപ്പലിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അവിടെ തയ്യാറാക്കപ്പെടുന്നതായ പന്തലിൽ ഈ വർഷത്തെ കൺവെൻഷൻ നടത്തപ്പെടുന്നതാണ്. 200 പേർക്ക് സാമൂഹ്യകലം പാലിച്ച് പങ്കെടുക്കുവാനായിട്ട് അവസരമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ഗായകൻ ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. ഈ വർഷത്തെ കൺവെൻഷന് നേതൃത്വം നൽകുന്നത് ബ്രദർ സാജൻ പോൾ, ഫ്ലെയിംസ് ഓഫ് റിവൈവൽ എന്നതായ സുവിശേഷ സംഘങ്ങളുടെ ചുമതല വഹിക്കുന്ന ബ്രദർ സാജൻ പോൾ ഈ വർഷത്തെ കഷ്ടാനുഭവ ആഴ്ച ധ്യാനത്തിന് കൺവെൻഷന് നേതൃത്വം നൽകുന്നതാണ്. പ്രാർത്ഥനാപൂർവ്വം മൗണ്ട് ചാപ്പലിൽ മാർച്ച് 29, 30, 31 തീയതി നടത്തപ്പെടുന്നതായ കർത്താവിനെ ആഴ്ച ധ്യാന കൺവെൻഷൻ പങ്കെടുക്കുവാനായി ഏവരും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. പെസഹ വ്യാഴാഴ്ച ആരാധന രാവിലെ 7 മണിക്ക് പെസഹ വ്യാഴാഴ്ച ആരാധന രാവിലെ 7:30 മണിക്ക് അസൻഷൻ ദേവാലയത്തിൽ വെച്ചും വൈകിട്ട് 6 മണിക്ക്
അസൻഷൻ ദേവാലയത്തിലും മൗണ്ട് ചാപ്പൽ വെച്ചും വിശുദ്ധ സംസക ശുശ്രൂഷയോടുകൂടി ആചരിക്കപ്പെടുന്നതാണ്. പെസഹ വ്യാഴാഴ്ച ആരാധന അന്നേ ദിവസം രാവിലെ 7:30 മണിക്ക് അസൻഷൻ ദേവാലയത്തിൽ വെച്ചും വൈകിട്ട് 6 മണിക്ക് അസൻഷൻ ദേവാലയത്തിലും മൗണ്ട് ചാപ്പൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഇതിൽ പങ്കുചേരുവാനായി സ്നേഹത്തോടെ ഏവരെയും ഓർപ്പിക്കുകയും ചെയ്യുന്നു. വലിയ വെള്ളിയാഴ്ച ആരാധന രാവിലെ 8:30 അസൻഷൻ ദേവാലയത്തിൽ വെച്ചും മൗണ്ട് ചാപ്പൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പരമാവധി കൂടുതൽ ആളുകൾ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഒരേ സമയം 2 ആലയങ്ങളിലും ആരാധന ക്രമീകരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ സൗകര്യപ്രദമായി ഈ ആലയങ്ങളിലെ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. അസൻഷൻ ദേവാലയത്തിലെ ആരാധന ലൈവ് സ്ട്രീമിംഗും ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈസ്റ്റർ ഞായറാഴ്ച ആരാധന വെളുപ്പിന് 5:30 മണിക്ക് അസൻഷൻ ദേവാലയത്തിൽ വെച്ചും 7 മണിക്ക് മൗണ്ട് ചാപ്പൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈസ്റ്റർ ആരാധന രാവിലെ 5:30 മണിക്ക് അസൻഷൻ ദേവാലയത്തിൽ വെച്ചും 7 മണിക്ക് രാവിലെ മൗണ്ട് ചാപ്പൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. സൗകര്യപ്രദമായി ഈ 2 ആരാധന പങ്കുചേരുവാനായി സ്നേഹത്തോടെ ഇവരെയും ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ കഷ്ടാനുവാഴ്ച ധ്യാനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടും വലിയ വെള്ളിയാഴ്ച, പെസഹ ആഴ്ച, ഈസ്റ്റർ ആരാധന ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ടും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ചരമം. നടുവിലെ പറമ്പിൽ ശ്രീ ജോസഫ് യോഗന്നാൻ 81 വയസ്സ് നിര്യാതനായി സംസ്കാരം നടത്തപ്പെട്ടു. മഴിക്കാട് ശ്രീ MV ജേക്കബ് 84 വയസ്സ് നിര്യാതനായി ശവസംസ്കാരം നടത്തപ്പെട്ടു. വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നതായ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിച്ചെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാവരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ട് ഈ സമയം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണല്ലോ. മാർച്ച് മാസം 31 മുമ്പായി നമ്മുടെ മാസവരി ഇതര വരുമാന കുടിശ്ശികൾ നൽകാനുള്ളവർ നൽകി രസീത് വാങ്ങുവാനായിട്ട് അർപ്പിക്കുന്നു. ഓഫീസിൽ അതിന് സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായി ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വരുമാന കുടിശ്ശികൾ തീർത്ത് മാർച്ച് 30 അടച്ചു തീർക്കുവാനായിട്ട് ഏവരെയും ഓർപ്പിക്കുകയും ചെയ്യുന്നു. സഭയായി നാം പുതിയ ദൈവാലയ നിർമ്മാണത്തിന് വേണ്ടിയുള്ളതായ ഫണ്ട് ദശാംശദാനമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ മാസത്തിലെയും ആദ്യ ഞായറാഴ്ച ദശാംശദാന അർപ്പണം പുതിയ ദേവാലയ നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് ക്രമമായി പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. ക്രമമായി സഹകരിക്കാത്ത ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും തങ്ങളുടെ കഴിവിനനുസരിച്ച് ഇത് നൽകി നമ്മുടെ പുതിയ ദൈവാലയ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുവാൻ തൊക്കൊണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനായി ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്ത്രീനസംഘത്തിൻ്റെ വാർഷിക സമ്മേളനവും വജ്ജിക സമർപ്പണവും ഭാരവാഹികളുടേതായ തിരഞ്ഞെടുപ്പും മാർച്ച് മാസം 26 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ദൈവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അസൻഷൻ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. യൂണിവേഴ്സൽ ഫെലോഷിപ്പിലെ എല്ലാ അംഗങ്ങളും മാർച്ച് 26 രാവിലെ 10 മണിക്ക് നടത്തപ്പെടുന്നതായ വാർഷിക സമ്മേളനത്തിൽ വജ്ജിക സമർപ്പണത്തിൽ പങ്കുചേരുവാനായിട്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എല്ലാവരെയും സാദരം അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. പ്രസ്ബിറ്റർ ഓർഡിനേഷൻ. താഴെ പറയുന്ന ഡീക്കന്മാരെ ദൈവഹിതമെങ്കിൽ മാർച്ച് മാസം 25 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് നിയോഗ ശുശ്രൂഷയിലൂടെ പ്രസ്ബിറ്റർ പദവിയിലേക്ക് ഉയർത്തുന്നതാണ്. അഭിനയ ബിഷപ്പ് സാബു കൈച്ചറിയാൻ ഈ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നതാണ്. ഡീക്കൻ ജസ്റ്റിൻ തമ്പി സെൻറ്റ് പോൾ CSI ചർച്ച് മൂലോടം പ്ലാന്തറയിൽ. ഡീക്കൻ അനീഷ് PJ പാമ്പാറയിൽ CSI ക്രൈസ്റ്റ് ചർച്ച് കൂത്താട്ടുകുളം. ഡീക്കൻ ജോൺ പിന്നൻ കാരിക്കാത്തറ സെൻറ്റ് മാർ CSI ചർച്ച്
ഒളശ, ഡീക്കൻ അജിനം മാത്യു പുന്നമൂട്ടിൽ സെൻറ് ആൻഡ്രൂസ് CSI ചർച്ച് കുമ്പളാമ്പയിക, ഡീക്കൻ വിജോറ്റി തോമസ് കണിയാമ്പാറ സെൻറ് ബർണബാസ് CSI ചർച്ച് എണ്ണൂറാം വയൽ, ഡീക്കൻ വെസ്ലി പി കുരുവിള പുത്തൻപറമ്പിൽ സെൻറ് സ്റ്റീഫൻ CSI ചർച്ച് പുതുവൽ. ഇവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും പ്രസ്ബിറ്റർ ഓർഡിനേഷൻ ശുശ്രൂഷയേറ്റവും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഓർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമായ കർത്താവേ, കാലാകാലങ്ങളിൽ സഭയുടെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെടുന്നതായ ദാസീദാസന്മാരുടെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വരുന്ന വ്യാഴാഴ്ച വിശുദ്ധ കന്യകമറിയാമിൻ്റെ വെള്ളപ്പാട് ദിനത്തിൽ പ്രസ്ബിറ്റർ പദവിയിലേക്ക് പ്രവേശിക്കുവാനായി ഒരുങ്ങുന്നതായ പേര് പറഞ്ഞതായ 6 പേരെയും ഡീക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇടവകൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അവരെ പരിപാലിക്കുന്ന ദൈവസ്ഥലത്തിനായി സ്തോത്രം കർത്താവേ. അനുഗ്രഹമായി ശുശ്രൂഷയുടെ പിതാവേ, അവിടുത്തെ ദാസൻ അഭിഷിക്തനായ ബിഷപ്പ് സാബു കെച്ചറിയനാൽ പിതാവെ കൈവെപ്പിനാ നിയോഗം പ്രാപിച്ച് പട്ടണ ശുശ്രൂഷയുടെ മുഖത്തിലേക്ക് പ്രവേശിച്ച മക്കളെ സഹായിക്കണമേ. കർത്താവെ, ആ ശുശ്രൂഷയെ ഏറ്റവും അനുഗ്രഹമായി കർത്താവ് സഹായിക്കണം. അവിടെ ശുശ്രൂഷയെ ധ്യാനം നടത്തുന്നതായ നെൽസൺ ചാക്കോച്ചനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നടത്തുന്നതായ ദേവാലയം കന്യ ദേവാലയത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വഴിഞ്ഞങ്ങൾ സകലം ഏൽപ്പിക്കുന്ന എല്ലാ ക്രമേണ അനുഗ്രഹമായി കർത്താവ് സഹായിക്കണം. യേശു മശിഹ മൂലം ഞങ്ങളുടെ യാചന കേൾക്കണമേ. ആമേൻ. അവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ നോട്ടീസ് കേട്ടതായ എല്ലാ ആളുകളും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പുതിയ മാസം നമുക്ക് ഏവർക്കും നന്മയുടെ മാസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവിനെ അയച്ച ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടി പിറന്നാൾ വിവാഹവാർഷികം ആചരിക്കുന്നതിൻ്റെ പേരിൽ വായിക്കുന്നു. തുറന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ജിത്ത് ജെ ജോൺ കല്ലുപാലം, സാബു സി ഡേവിഡ് ചക്കാലയിൽ, ശ്രദ്ധ ആൻ കുര്യൻ കള്ളൂത്ര, അന്ന മറിയം തോമസ് ഒലാപ്പള്ളിൽ, അനിൽ കുര്യൻ ജേക്കബ് മഴുക്കാട്ട്, അനീഷ് മാണി തോമസ് കണിയാങ്കുളം, നവീൻ തോമസ് ഇട്ടി ആര്യാട്ട് പറമ്പിൽ, മാത്യൂസ് നൈനാൻ ആര്യാട്ട് പറമ്പിൽ, ജോൺ പി മാലിയിൽ, ആനി റജി പാറപ്പുറം, അലക്സിസ് മാരി കോശി തോപ്പിൽ, മായ സാറ സഖറിയ അഞ്ചേരിൽ, നിധി സാറ എബ്രഹാം ഇറക്കത്തിൽ, അന്ന റോസ് വർഗീസ് കുടിയാലിക്കുടിയിൽ, നിർമ്മലസ് കുര്യൻ വളവനാട്ട്, പോൾ തോമസ് ഇറക്കത്തിൽ, സനോജ് മാത്യു ജോർജ് തടത്തിൽ, വത്സമ്മ തോമസ് ഇറക്കത്തിൽ, ബീന എം അനിൽ മഠത്തിൽ, സോനു മാത്യു ടൈറ്റസ് ചിലമ്പത്ത്, അലീന യൽമ ജോൺ മഴുക്കാട്ട്, മാത്യു ജേക്കബ് തുമ്പയിൽ, ജോയിസ് ജേക്കബ് തോപ്പിൽ, ജോസഫ് ചെറിയാൻ കൊച്ചുകളിക്കൽ, വൈഗ തമ്പി പുത്തൻകുളങ്ങര, ലീലാമ ഡേവിഡ് കൊട്ടാരത്തിൽ, സോന ബിനു നടുവിലടുത്ത്, റൂബൻ ജോസഫ് ജെയിംസ് പുള്ളിക്കൽ, സാറാമ ഫിലിപ്പ് മണ്ണാക്കുന്നേൽ, ജൊഹാൻ ജോൺ ചാണ്ടി മറ്റീത്ര, വർഷ മെറിൻ തോമസ് പുതുപ്പറമ്പിൽ, മോളി ജോൺ കരുമന്തറ, നിതിൻ ജോർജ് വലിയ വീട്ടിൽ, സച്ചിൻ മാത്യു ജോർജ് ഒല്ലാപ്പള്ളിൽ, നോവ സാം മാത്യു വലിയ തോട്ടത്തിൽ, ടിൻ ജോബ് ചേരിക്കൽ പുതുപ്പറമ്പിൽ, റേച്ചൽ മറിയം മാത്യു ചിലമ്പത്ത്, തോമസ് കുര്യൻ ഏർനാട്ട് പുത്തൻ പറമ്പിൽ, സോഷ മണി ആര്യംകുളത്ത്, തോമസ് ജോർജ് നെടുപ്പറമ്പിൽ, ജോൺസൺ കെ കരിമങ്കാലായിൽ, നേഹ മേരി ചെറിയാൻ തടത്തിൽ, അന്നാമ തോമസ് പെരിങ്കുഴി, ജിഷോ ടി ഫിലിപ്സ് വാടാമറ്റം, അനുജ എം ജോൺ മംഗളം, റീന സുനിൽ ജേക്കബ് പുളിക്കൽ, സാം ജോസ് വർഗീസ് എബനേസർ മാമൂട്ടിൽ, സാറ ജോൺ കൊയ്പ്പുറത്ത്, ഡോക്ടർ പി പി സാമുവൽ ഗീതാഞ്ജലി, അന്ന മറിയം സന്തോഷ് തടത്തിൽ ആൻഡ് സോണി ജോസഫ് ചിറയിൽ വടക്കേക്കുറ്റി.
വിവാഹവാർഷികം ആചരിച്ചവർ ആനന്ദ് മെറിയൻ ആൻഡ് റീന മെറിയൻ, ഡിസയർ മാർവൽ അപ്പാർട്ട്മെൻറ്റ്സ് കളത്തിപ്പടി, ദിലീപ് ചെറിയാൻ ആൻഡ് ജീജ ദിലീപ് ചെറിയാൻ, പള്ളത്തെ മുട്ടമ്പലം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ദിനംതോറും നിന്റെ കൃപയാൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവസഹത്തനായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ ആചരിച്ചതായ പേര് പറഞ്ഞവരെയും വിവാഹവാർഷികം ആചരിച്ചതായ പേര് പറഞ്ഞു കൊടുത്ത് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാല ദൈവത്തിൻ്റെ നന്മയൊരുകരും പങ്കിടുവാൻ മക്കളെ സഹായിച്ചുവല്ലോ. നടത്തിയ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഈ പ്രിയമക്കളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത്രത്തോളം സഹായിച്ച ദൈവമേ, ഇതുവരെ നടത്തിയ കർത്താവേ, അതിൽ മാത്രം ഞങ്ങൾ ആശ്രയിച്ചങ്ങ് മഹത്വപ്പെടുന്നു. പിതാവിന് മഹത്വം കൊടുപ്പാൻ മക്കളെ സഹായിക്കണമേ. വ്യക്തികളായി അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഉപകാരങ്ങൾക്കായി സ്തോത്രം. കുടുംബമായ നന്മയ്ക്കായി സ്തോത്രം കർത്താവേ. സഫയാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മയും കതിൽ ഒരു വർഷത്തിൽ പങ്കിടുവാൻ മക്കളെ സഹായിക്കണമേ. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെ വർഷത്തെ തുടർന്ന് ദാനമായി കൊടുപ്പാൻ തിരുമനസ്സാകണമേ. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഇപ്പോഴും എപ്പോഴിരിക്കുമാറാകട്ടെ. ആമേൻ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഇടവകയെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. രോഗത്താൽ ഭാരപ്പെട്ട ഭവനങ്ങളായി കഴിഞ്ഞവരോർത്ത് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിൽ ഭവനത്തിൽ കഴിഞ്ഞവരോർത്ത് പ്രാർത്ഥിക്കാം. കിടപ്പ് രോഗികളോർത്ത് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നതായ അനേക ആയിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിലും ആരെങ്കിലും ഈ പ്രകാരം പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാവിടയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാജങ്ങളെല്ലാം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവമായ കൃപയിലും കഥയിലും പൂർണ്ണമായി നിലനിൽപ്പാനായി ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ഇന്നയോളം പരിപാലിച്ച ദൈവം തത്തോളം സഹായിച്ച കർത്താവിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ ഒരുക്കി വലിയവനായ കൃപയായി നിറയപ്പെടുവാനായി കർത്താവ് സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവങ്ങൾ സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഇന്ന് ഏതെങ്കിലും ആരാധനയ്ക്ക് കൂടുവാനായി കർത്താവ് നമ്മെ സഹായിച്ചു. ഒരാഴ്ചയിൽ ദൈവം നമ്മെ നടത്തിയവർക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേർപാടിലെ ദുഃഖിതരായ കുടുംബങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സൗഖ്യവും ബലവും ആശ്വാസവും നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് തന്നെ മക്കളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൊത്തോളം ദൈവം ഇതുവരെയും പരിപാലിച്ച കർത്താവിൽ ആശ്രയിപ്പാൻ സഗതമേ ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹവും കൃപയും കരുതലും പങ്കിട്ട് ജീവിക്കുന്ന കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ ഉപകാരങ്ങളെയും നന്മകളെയും ഓർക്കുവാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഒരുക്കട്ടെ, നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മഹാവിടയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാ പട്ടക്കാരെയും ശുശ്രൂഷരെയും സിസ്റ്റേഴ്സിനെയും മഹാവിടയിൽ എല്ലാ സഭാജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു വർഷക്കാലം കോവിഡ് പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ദൈവിക കൃപയും നന്മയും അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ആ കൃപയ്ക്കായി കരുണയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സകലത്തിലുടവനായ ജീവിതത്തിൽ ആശ്രമിച്ച് പ്രാർത്ഥിപ്പാൻ ഒരുങ്ങുമ്പോൾ അത് വലിയ നന്മകളാ നിറയപ്പെടുവാൻ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസ്ഥല ഫലമേൽപ്പിച്ച് നമുക്ക് നമ്മെ തിരുവിനിയപ്പെടുത്തി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വസ്ഥനായ പിതാവേ, ദിനംതോറും ദൈവ നന്മയാലും കരുതാലും ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവസ്ഥകത്തിനായി സ്തോത്രം. അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ അവിടുത്തെ കൃപയിൽ ആശ്രയിപ്പ് ഞങ്ങളെ സഹായിക്കുന്ന കർത്താവിൻ്റെ മഹത്വം നന്ദിയോടെ സ്തുതിപ്പാൻ കൃപയിൽ ആശ്രയിപ്പ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. കർത്താവ് ഞങ്ങളുടെ ഇടവയിൽ എല്ലാ കുടുംബങ്ങളെയും എടുത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നതിലൂടെ പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ദൈവിക സമാധാനവും ആശ്വാസവും പങ്കിടുവാൻ മക്കളെ സഹായിക്കണമേ. കർത്താവ് വേർപാട് ദുഃഖരായ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധി കവി ദൈവ സമാധാന മക്കളെ നിറപ്പാൻ തിരുമസാകണമേ. ഇന്നയോളത്തെ കർത്താവ് ഇത്രത്തോളം സഹായിച്ച ദൈവത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ. ദിനംതോറും ദൈവിക നന്മയും കതലും കാവലും നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവം ഇന്ന് മുന്നേക്ക് നല്ല സാക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വിശ്വസ്തയും കതലും കൃപയും പങ്കിടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവാൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിപ്പാൻ, പുത്രനാദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മൻ്റെ മേൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിച്ച് നിത്യദൈവത്തെ സാക്ഷിപ്പാൻ ഞങ്ങൾ ഒരുക്കണമേ, സഹായിക്കണമേ. ദൈവത്തിൻ്റെ വലിയ കഥയിലും കൃപയനുപ്പാൻ ഞങ്ങളെ നാൾതോറും സഹായിച്ച് ഈ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ഈ ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. യഹോവയുടെ ഉപകാരങ്ങളെയും നന്മകളെ ഞങ്ങളെന്ന് ഓർത്ത് നിരന്തരമായ കൃപ കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ആരാധനകൾക്കുമായി സ്തോത്രം. ദൂരത്തും ചാരിത്തമായി ശുശ്രൂഷയിൽ പങ്കുചേർക്കുമായി സ്തോത്രം കർത്താവേ. അവരുടെ ജീവിതാവശ്യങ്ങളെ, അവരുടെ ഭാരങ്ങളെ, അവരുടെ വേദനകളെല്ലാം കർത്താവ് അറിയുന്നു. ഉള്ള കാര്യങ്ങൾ സകലം ഏൽപ്പിക്കുന്നു. മഹത്വം നീ എടുക്കണം. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ ഇപ്പോഴും എപ്പോഴിരിക്കുമാറാകട്ടെ. പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, ഐക്യരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രഗണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹത്തിന് വേണ്ടിയും എല്ലാവരുടെ മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിൻ്റെ വിലമതിച്ചൂടാത്തതിൻ്റെ സ്നേഹത്തിന് വേണ്ടിയും
കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മയം കൂടാതെ നന്ദിയുള്ളതായി തീരേണ്ടതിനും നിന്നെ സേവിക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ ആളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അർത്ഥങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ നടപ്പിനും കൂടി സ്ത്രീയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലങ്ങളെയും സഹായ ബോധങ്ങൾ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാവനും മഹത്വവും കാലവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, സമസ്ത പിതാവേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കടിക്കുമ്പോൾ നീ കുറിവ് വന്നിരിക്കുന്നു. രണ്ടാമത് കൂടുമ്പോഴൊക്കെ ഇവിടെ അപേക്ഷയും പ്രകാരം നൽകുന്ന വാക്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ അടിയാടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരവും മണ്ണ് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. അടുത്ത പാട്ട് പാടുമ്പോൾ സ്തോത്ര വഴിപാട് സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നിലനാടുകയും ദാതാവായ ദൈവമായ കർത്താവേ, ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളുന്നതിനോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വധിച്ചുകൊണ്ട് வாழ்ந்தകൊണ്ട് ഈ വഴിപാടിനെയും നർപ്പിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസയുടെ ആശീർവാദം കൈക്കൊള്ളുവീൻ. ദൈവത്തിൻ്റെ കണിയുള്ള കൃപയിലും കാവൽ ഞങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമായ കർത്താവേ, എന്നീ ദിവസം ആരാധനയിൽ ലഭിച്ച കൃപയ്ക്കായി സ്തോത്രം. ആരാധനയിലെ കുറവുകളെ ക്ഷമിപ്പാൻ കർത്താവെ തിരുമനസ്സാകുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി നിങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, സൗഖ്യദായകനായ യേശു സാന്നിധ്യം അനുഭവിപ്പാനായി ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവെ നീ കാഴ്ചവെന്നായ പ്രാർത്ഥനയോടുകൂടി നിനക്കിലേക്ക് അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഉൾക്കാഴ്ചകൾ പിതാവ് പൂർണ്ണമാകുവാനായി ദൈവസന്നിധി ഞങ്ങളെ നിന്നെ മഹത്വപ്പെടുത്തുവാനായി കർത്താവ് സഹായിക്കണം. കർത്താവെ, യേശുവിനറിയാനുള്ള വിഗ്രഹയോടുകൂടി നിങ്ങൾ ആശ്രയിപ്പ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവ്യമായ ശുശ്രൂഷയിൽ അടുത്ത മകളെ പങ്കെടുത്തലാർക്കുമായി സ്തോത്രം. കർത്താവെ, ഒരു കഷ്ടാനുഭവ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കുരിശുപടി യേശുവിൽ ആശ്രയിപ്പ് ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിതനായ യേശുവിനെ പിതാവ് ജീവിതം സ്വീകരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടുത്തെ ക്രൂശിനെ വഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ പങ്കിടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ.
സ്വഗസ്ഥ പിതാവേ, ഈ ദിവ്യാരാധന പങ്കെടുത്ത എല്ലാവർക്കുമായി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനയിലായിരിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ വിഷമം അനുഭവിക്കുന്നവർ, പിതാവേ, പരീക്ഷകളുടേതായ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിടുതലും സമാധാനവും ആശ്വാസവും മക്കളെ സഹായിക്കണമേ. ഇത്രത്തോളം സഹായിച്ച ദൈവം ഇതുവരെ നടത്തിയ കർത്താവിൽ ആശ്രയിപ്പാൻ ഇതിൻ്റെ മക്കളാ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. ദൈവമായ നന്മയും കഥയിൽ പങ്കെടുത്തിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇടപെടാതെ ഇവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിച്ച് ഈ ദൈവത്തെ സാക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പിതാവി വീട് ഞങ്ങൾ ഒരുമിച്ച് പ്രകാരം ആരാധനയിൽ കൂടുവരെയും കാണുമ്പോഴേയും ദീർഘങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കഷ്ടാനുവാഴ്ചയിലെ ശുശ്രൂഷ അനുഗ്രഹത്തിനാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാഥ എല്ലാം നന്മയായി തീരുവാൻ കർത്താവ് സഹായിക്കണം. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലും കാവ്യങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവശക്തനായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഈ ശുശ്രൂഷ പകർന്ന പേർപ്പെട്ടതോടുകൂടി ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.